18 പുരാണങ്ങളിൽ പ്രശസ്തമായതും ശിവമാഹാത്മ്യത്തെ വർണ്ണിക്കുന്നതുമായ പുരാണമാണ് ശിവപുരാണം. ശിവപുരാണം ഭൂമിയിൽ പ്രചരിപ്പിച്ചത് വായുദേവനാണ്. അതിനാൽ ഇത് വായുപുരാണം എന്നുകൂടി അറിയപ്പെടുന്നു. കലിയുഗത്തിൽ ജനിച്ച മനുഷ്യർക്ക് പരമമായ ഹിതം നൽകുവാൻ പര്യാപ്തമായ പുരാണം അനേകം ശ്ലോകങ്ങളാൽ വിരചിതമാണ്. അനേകം ശ്ലോകങ്ങളടങ്ങിയ ശിവപുരാണത്തിൽ നിന്നും 63,000 ശ്ലോകങ്ങൾ ശിവലോകത്തിലും 7 സംഹിതകളിലായി 24,000 ശ്ലോകങ്ങൾ ഭൂമിയിലും വായുദേവൻ പ്രചരിപ്പിച്ചു എന്നാണ് വിശ്വാസം. ശിവപുരാണം സംക്ഷേപിച്ചത് വ്യാസമഹർഷിയാണ്. അദ്ദേഹം ഈ പുരാണത്തെ വിധേശ്വരം, രൗദ്രം, ശതരുദ്രം, കൊടിരുദ്രം, ഉമ, കൈലാസം, വായവീയം എന്നീ 7 സംഹിതകളിലായി തിരിച്ചു. ശിവന്റെ ആസ്ഥാനം കൈലാസമാണ്. മനുഷ്യ സമൂഹത്തിന് അവരുടെ കർത്തവ്യമോചനം നൽകിക്കൊണ്ട് ശിവൻ കൈലാസത്തിൽ വസിക്കുന്നു. ആദിയും അന്തവും ശ്രീ പരമേശ്വരൻ തന്നെയാണ്. മംഗളസ്വരൂപൻ, ശാന്തസ്വരൂപൻ, അങ്ങനെ ഭഗവാന്റെ പല അവതാര കഥകളും ശിവപുരാണത്തിലുണ്ട്. ശിവന്റെ വാഹനം നന്ദികേശനാണ്. നന്ദികേശൻ ഒരു കാളയാണ്. കഴുത്തിൽ സദാ മുണ്ടമാലകൾ അണിഞ്ഞിരിക്കുന്നവനാണ് പരമശിവൻ. ഈ മാലകൾ മനുഷ്യത്തലകൾ കൊരുത്തുണ്ടാക്കിയതാണ്. മഹിഷാസുരന്റെ പുത്രനായ ഗജാസുരനെ സംഹരിച്ച് ആ അസുരന്റെ ജഡത്തിൽ നിന്നെടുത്ത ആനത്തോലാണ് അണിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തുടരുന്നു ശിവവർണ്ണന. ശിവപുരാണത്തിൽ 12 സംഹിതകളിലായി 100,000 ശ്ലോകങ്ങളുണ്ട്. ഇതിനെ വേദവ്യാസൻ 2,40,000 ശ്ലോകങ്ങളായി വർദ്ധിപ്പിക്കുകയും ശിഷ്യനായ ലോമഹർഷനെ പഠിപ്പിക്കുകയും ചെയ്തതായി വിശ്വസിക്കുന്നു. ശിവന്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയാണ് നന്ദികേശൻ. നന്ദി, നന്ദിപാർശ്വൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. നന്ദികേശനെ കുറിച്ച് ശിവപുരാണത്തിൽ വർണ്ണനകളുണ്ട്. കശ്യപ മഹർഷിക്ക് കാമധേനുവിലുണ്ടായ പുത്രനാണ് നന്ദിയെന്ന് ശിവപുരാണത്തിൽ പറയുന്നു. ശിവന്റെ വാഹനമായ കാള എന്ന നിലയിൽ സുരഭീപുത്രനായ നന്ദികേശ്വരനും ആരാധ്യനാണ്. നന്ദിയെക്കുറിച്ച് വേറെയും ചില വിശ്വാസ അവതാര കഥകളുമുണ്ട്. ശാലങ്കായന്റെ പുത്രനായ ശിലാദൻ ലൗകിക ജീവിതം നയിച്ചിരുന്ന ഒരു ശിവഭക്തനായിരുന്നു. സന്താന സൗഭാഗ്യമില്ലാതെ ദുഃഖിതനായ അദ്ദേഹം ശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. പ്രത്യക്ഷനായ പരമശിവൻ പുത്രലബ്ധിക്കുള്ള അനുഗ്രഹവും നൽകി. കാലം കുറെ കഴിഞ്ഞ് ഒരു യാഗം ചെയ്യാനായി നിലമുഴുതപ്പോൾ ഒരത്ഭുത ശിശു ദൃശ്യനായി. 4 കൈകളുള്ള, ശിരസിൽ ജടാമകുടമുള്ള ശിശു. ശിലാദൻ ആ കുഞ്ഞിനെ വളർത്തി. ക്രമേണ കുട്ടിക്ക് മനുഷ്യരൂപം ലഭിച്ചു. ആയിടെ മിത്രാവരുണന്മാർ ആ വഴി വന്നു. ബാലൻ അവരോട് അനുഗ്രഹം അഭ്യർത്ഥിച്ചു. നിനക്കെന്തിന് അനുഗ്രഹം? നിന്റെ ആയുസ് അവസാനിക്കാറായല്ലോ. ഈ വചനം കേട്ട് ദുഃഖിതനായ ബാലൻ പണ്ട് അച്ഛൻ ചെയ്തതുപോലെ ശിവനെ ഉപാസിച്ച് പ്രത്യക്ഷനാക്കി. ദീർഘായുസ് നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. ദീർഘായുസ് മാത്രമല്ല, കൈലാസത്തിൽ വന്ന് പുത്രനെ പോലെ തങ്ങളോടൊപ്പം ജീവിക്കുകയും ചെയ്തുകൊള്ളൂ എന്ന് പരമശിവൻ അനുഗ്രഹിച്ചു. സന്തുഷ്ടനായ നന്ദികേശൻ അച്ഛന്റെ അനുവാദത്തോടെ കൈലാസത്തിലെത്തി ശിവസേവയിൽ മുഴുകി കാലം കഴിച്ചു. നന്ദികേശ്വരൻ ശിവസേവകനായതിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. നന്ദിക്ക് 2 ഗുരുനാഥന്മാരുണ്ടായിരുന്നു, ദധീജി മഹർഷിയും ദക്ഷപ്രജാപതിയും. ദക്ഷശിഷ്യനായ നന്ദി ഗുരു തന്റെ ആരാധനാമൂർത്തിയായ ശ്രീ പരമേശ്വരനെ ശ്ലേച്ഛമായ രീതിയിൽ ആക്ഷേപിക്കുന്നത് കേട്ടും സഹിച്ചും മടുത്തു. ഒരു നാൾ നന്ദി ദക്ഷനെ വിട്ട് കൈലാസത്തിലെത്തി ശിവനെ അഭയം പ്രാപിച്ചു. കൈലാസത്തിൽ ഭൂതഗണങ്ങളുടെ നായകനായ ദ്വാരപാലകനായി അംഗീകരിക്കപ്പെട്ട ആ ഭക്തൻ അതോടെ ശിവജീവിതത്തിന്റെ ഒരവിഭാജ്യ ഘടകമായി തീർന്നു. നന്ദിയുടെ അനേകം അത്ഭുത ചരിത്രങ്ങൾ ശിവപുരാണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഒരിക്കൽ സുരഭിയുടെ സന്താനങ്ങളായ ധേനുക്കൾ തങ്ങളുടെ സഹോദരനായ നന്ദിയെ ഒന്ന് പരീക്ഷിക്കാൻ തുനിഞ്ഞു. അവ തങ്ങളുടെ ക്ഷീരസമൃദ്ധമായ അകിടുകളിൽ നിന്ന് നിരന്തരം പാൽ ചുരത്തി കൈലാസ നഗരിയെ ഒരു ദുഗ്ധവാരിധിയാക്കി മാറ്റി. രുദ്രൻ തൃക്കണ്ണു തുറന്ന് അവയെ ഒന്ന് നോക്കിയപ്പോൾ ആ വെള്ളപ്പശുക്കളെല്ലാം വിചിത്രവർണ്ണങ്ങളായി. തങ്ങളുടെ നിറം വീണ്ടും വെണ്മയുള്ളതാക്കുവാൻ അവർ വെണ്ണിലാവിന്റെ ഉടമയായ പൂർണ്ണചന്ദ്രനെ ചെന്നു കണ്ടു. ശിവനെ ഇത് കൂടുതൽ ക്രുദ്ധനാക്കി. അപ്പോൾ കശ്യപ പ്രജാപതി ഇടപെട്ട് പശുക്കളെ നിലയ്ക്കു നിർത്തി. തന്റെ പ്രിയപുത്രനായ നന്ദികേശ്വരനെ വാഹനമായി സ്വീകരിച്ച്
പ്രപഞ്ചം മുഴുവനും സഞ്ചരിച്ച് ഭക്തന്മാരെ രക്ഷിക്കുകയും ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് ശിവൻ അത് അംഗീകരിച്ചു. അങ്ങനെ ആവശ്യം വരുമ്പോൾ ഋഷഭരൂപത്തിൽ ശിവവാഹനമാകാനും നന്ദികേശ്വരന് ഭാഗ്യം ലഭിച്ചു. മരുത്പുത്രിയായ സുയഗയാണ് നന്ദിയുടെ ധർമ്മപത്നിയെന്ന് ശിവപുരാണം പാതാളഖണ്ഡം 7-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. നന്ദികേശ്വരൻ ജ്ഞാനിയും തപസ്വിയുമായിരുന്നു. മാർക്കണ്ഡേയ മുനിക്ക് സ്കന്ദപുരാണം പറഞ്ഞുകൊടുത്തത് നന്ദിയുടെ പാണ്ഡിത്യത്തിന്റെ മികവിന്റെ തെളിവാണ്. ശിവനെ മാനിക്കാതെ കൈലാസത്തിനു മീതെ പുഷ്പക വിമാനത്തിൽ കടന്നുപോയ രാവണന്റെ ധിക്കാരം സഹിക്കാതെ വാനരവേഷത്തിൽ വിമാനയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ച നന്ദിയെ രാവണൻ ശപിക്കാനൊരുങ്ങിയപ്പോൾ നീ വാനരവംശത്താൽ നശിച്ചു പോകട്ടെ എന്ന് നന്ദി രാവണനെ ശപിച്ച് അസ്തവീരനാക്കിയതായും കഥയുണ്ട്.